UGC നെറ്റ് കൊമേഴ്സ് യൂണിറ്റ് 1 ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന ടോപ്പിക്സാണ് FDI, ടൈപ്സ് ഓഫ് FDI, അതേപോലെ FPI. അപ്പോൾ മിക്ക UGC നെറ്റ് എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നടന്ന ഡിസംബർ 2025 ഈ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് ഇതിൻ്റെ തിയറി പാർട്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ദി ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 4 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർവേഡ് വെർട്ടിക്കൽ FDI ആൻഡ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് നമുക്ക് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 4ൻ്റെയും എന്തറിഞ്ഞിരിക്കണം, മീനിങ് അറിഞ്ഞിരിക്കണം, എന്താണെന്നുള്ള സംഭവം അല്ലേ. അപ്പോൾ സംഭവം ഇത് FDIയുടെ ടൈപ്സ് ആണ്. അതിലൊന്ന് FDI ആണ്, ബാക്കിയൊക്കെ FDIയുടെ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഓരോന്നും എന്താണെന്ന്, അല്ലെങ്കിൽ FDI എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇപ്പോൾ FDI നമുക്കറിയാം. FDIൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഒരു കൺട്രിയിലുള്ള കമ്പനി മറ്റൊരു കൺട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ന് വിളിക്കുക FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് അവിടെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിരിക്കുന്നത്. എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഫ്രം വൺ കൺട്രി ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ എ ബിസിനസ് ലൊക്കേറ്റഡ് ഇൻ അനദർ കൺട്രി. മറ്റൊരു രാജ്യത്തുള്ള ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിസിനസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ നമുക്കൊരു ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും. അതിനാണ് നമ്മൾ സിംപ്ലി FDI എന്ന് വിളിക്കുക. അപ്പോൾ FDIൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചാൻസ് കുറവാണ്. FDIൻ്റെ ടൈപ്സ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. എന്നാലും നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പം ഒന്നാമത്തെ പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിസിനസ് എന്നാണ്. ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. 2, ഗെയിൻസ് ഇൻ ടേംസ് ഓഫ് മാനേജറിയൽ കൺട്രോൾ. നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ പവറിൽ നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്രോസ് ബോർഡർ. അതായത് ഒരു കൺട്രിയിലുള്ള ഫേം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മറ്റൊരു കൺട്രിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായി? മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലായി. ദെൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അമേരിക്കയിലൊരു കമ്പനി ഇന്ത്യയിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവരെന്തും കൂടി കൊണ്ടുവരും? അമേരിക്കയിലുള്ള ടെക്നോളജി കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. ദെൻ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇൻ ദി ഗ്ലോബൽ എക്കണോമി. അപ്പം ഗ്ലോബൽ എക്കണോമിയിൽ നമ്മളൊരു രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? എക്കണോമിക് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഒരു യോജിപ്പ് രാജ്യങ്ങൾ തമ്മിലല്ലേ. ദെൻ ജോബ് ക്രിയേഷൻ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം FDI വരുന്ന സമയത്ത് പുതിയ ബിസിനസ്സുകളും വരും, അവിടെ എന്തുണ്ടാവും? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് FDI. ഇപ്പോൾ FDI കൊണ്ട് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മോഡേൺ ടെക്നോളജി കൊണ്ടുവരപ്പെടും. ദെൻ പ്രൊമോട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ദെൻ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് ഇൻ ഇൻഡസ്ട്രീസ്, ദെൻ ഇൻക്രീസിങ് ദി കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് എക്സ്പോർട്ട്, എക്കണോമിക് ഗ്ലോബലൈസേഷൻ, ഹെൽപ്സ് ടു മോഡേണൈസ് ഡെവലപ്പിംഗ് നേഷൻസ്. ഓക്കെ, അതായത് ഒരു ഡെവലപ്പിംഗ് നേഷനിലേക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ ഡെവലപ്പിംഗ് കൺട്രി എന്താവും? മോഡേണൈസ് ആവും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഒരു ഡെവലപ്ഡ് കൺട്രീൻ്റെ സ്റ്റേജിലേക്ക് നമ്മൾ ഗ്രാജുവലി വന്നെത്തും. ഇപ്പോൾ ഈ അഡ്വാൻറ്റേജ് നിങ്ങൾ ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് എന്താണ് അഡ്വാൻറ്റേജ് ആണോ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ആണോ എന്നുള്ളത്. ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് കുറച്ച് പറയുന്നുണ്ട്. ഫോറിൻ കമ്പനീസ് ഗെയിനിങ് ഡോമിനൻസ് ഇൻ ലോക്കൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ഫോറിൻ കമ്പനി വന്നു കഴിഞ്ഞാൽ അവർക്കായിരിക്കും കൂടുതൽ പ്രാതിനിധ്യം അല്ലേ, അതൊരു നെഗറ്റീവാണ്. ദെൻ ഫോറിൻ പ്രോഫിറ്റ് റീപാട്രിയേഷൻ. അതായത് ഒരു USA ബേസ്ഡ് കമ്പനി നമ്മുടെ രാജ്യത്ത് വന്നു ബിസിനസ്സൊക്കെ ചെയ്തു, അവരെന്ത് ചെയ്യുന്നറിയോ? ഇവിടുന്ന് കിട്ടിയ പ്രോഫിറ്റും കൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. നമ്മുടെ രാജ്യത്ത് ആ ഫണ്ട് എന്ത് ചെയ്യില്ല, ചിലവഴിക്കില്ല. അതൊരു നെഗറ്റീവാണ്. ദെൻ സ്റ്റിഫനിങ് കോമ്പറ്റീഷൻ ഫേസ്ഡ് ബൈ ലോക്കൽ ഇൻഡസ്ട്രീസ്. ലോക്കൽ ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആരുടെ ഭാഗത്തുനിന്ന്? ഈ ഫോറിൻ കൺട്രീസിൻ്റെ ഭാഗത്തുനിന്ന്. ദെൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഡിസ്കറേജിങ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ഫോറിൻ കമ്പനി നമ്മുടെ രാജ്യത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള പൊളിറ്റിക്കൽ എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭരണം മാറുക, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു ഗവൺമെൻറ് ആണെങ്കിൽ എന്തില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും താല്പര്യപ്പെട്ടില്ല. ദെൻ ഓവർ റിലയൻസ് ഓൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ഗ്രേറ്റ് റിസ്ക്. നമ്മൾ കൂടുതലും ഫോറിൻ കൺട്രീസിനെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയാൽ
നമ്മളതായിട്ടൊന്നും ഉണ്ടാവില്ല. അവർ നമ്മുടെ രാജ്യം വിട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യം എന്താവും? ആകെ തകർന്ന് തരിപ്പണായി പോകും. ഓക്കെ, ദ ലോക്കൽ ഫേംസ് ലോസിങ് ഔട്ട് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. ലോക്കൽ ഫേംസിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. ദ ലോസ് ഓഫ് നാഷണൽ ഇക്കണോമിക് കൺട്രോൾ. മറ്റു രാജ്യങ്ങൾ വന്നിട്ട് ഇവിടെ ബിസിനസ്സുകൾ കൂടുതലായിട്ട് ചെയ്യുമ്പം നമ്മുടെ ഒരു ഇക്കണോമിക് ഇൻട്രസ്റ്റ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അതിൻ്റെ ഒരു കൺട്രോൾ, ഇക്കണോമിക് കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനിയാണ് അതിൻ്റെ മെയിൻ ഏരിയ വരുന്നത് ടൈപ്സ് ഓഫ് FDI ആണ്. FDIയിൽ പല ടൈപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഹൊറിസോണ്ടൽ FDI ആണ്. ഹൊറിസോണ്ടൽ FDI വളരെ സിമ്പിളാണ് മനസ്സിലാക്കി വെക്കാൻ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സിമിലർ ബിസിനസ് ഓപ്പറേഷൻ ഇൻ അതർ കൺട്രി. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനി USA പോയിട്ട് ഓട്ടോമൊബൈൽ സെക്ടർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെന്താ വിളിക്കുക? ഹൊറിസോണ്ടൽ FDI എന്ന് വിളിക്കുക. ഇനി വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പം അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പം നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെന്ത് വിളിക്കുക? വെർട്ടിക്കൽ FDI. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ FDIന് 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സപ്പോർട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഹെൽപ്സ് ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നമ്മൾ സപ്ലൈ ചെയിനിൽ നമുക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതും നമ്മളെ കൺട്രോളിലായി. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവ് ആക്സസ് ടു റോ മെറ്റീരിയൽ. നമുക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനി, അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോ മെറ്റീരിയൽ ആക്സസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വെർട്ടിക്കൽ FDI കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്, എന്നാലും നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ വെർട്ടിക്കൽ FDIയിൽ 2 ടൈപ്സ് ഉണ്ട്. ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI ഉണ്ട്, ഫോർവേഡ് വെർട്ടിക്കൽ FDI ഉണ്ട്. അതിന് മുന്നേ നമുക്കൊരു പിക്ചർ നോക്കാം. ഇതാണ് പിക്ചർ വരുന്നത്. അപ്പോൾ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ റോ മെറ്റീരിയൽ സപ്ലയർ ഉണ്ടാവും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മാനുഫാക്ചർ ഉണ്ടാവും, അത് വിൽക്കാൻ വേണ്ടി ഫൈനലി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി റീറ്റെയിൽ ചെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മാനുഫാക്ചർ ഇൻവെസ്റ്റ് ചെയ്യണം. മാനുഫാക്ചർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ബാക്ക്വേർഡ് എന്നാണ്. ഓക്കെ, ഒരു മാനുഫാക്ചറർ അവരുടെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI എന്ന് വിളിക്കും. കാരണം പുറകിലോട്ടാണ് പോകുന്നത്. ഇനി ഇതേ മാനുഫാക്ചർ എന്താണ്? പ്രോഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു റീറ്റെയിൽ ചെയിനിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താ വിളിക്കുക എന്നറിയോ? ഫോർവേഡ് എന്നാണ്. ഓക്കെ, അപ്പം ഫോർവേഡും ബാക്ക്വേർഡും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഒരു മാനുഫാക്ചറർ അവരുടെ സപ്ലൈ ചെയിൻ്റെ പുറകിലോട്ടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI എന്നും. ദെൻ ആ പ്രൊഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തു, ദെൻ അവരെ പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ട്, റീറ്റെയിൽ ചെയിൻ, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താ വിളിക്കും? നമ്മൾ ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ആ നോട്ടിലേക്ക് പോവാം. ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI ആൻഡ് ഫോർവേഡ് വെർട്ടിക്കൽ FDI. ഞാൻ നേരത്തെ പറഞ്ഞ വെച്ച് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. എ കമ്പനി ഇൻവെസ്റ്റ് ഇൻ എ ഫോറിൻ ബിസിനസ് ടു സെക്യൂർ റോ മെറ്റീരിയൽസ് ഓർ കോമ്പണന്റ് ഓഫ് മാനുഫാക്ചറിങ്. ഓക്കെ, നമുക്ക് മാനുഫാക്ചറിങ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. എക്സാമ്പിൾ, an ഓട്ടോമൊബൈൽ കമ്പനി ഇൻവെസ്റ്റ് ഇൻ സ്പെയർ പാർട്സ്. നമുക്കൊരു ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ സ്പെയർ പാർട്സ് വേണം. അതാണ് നമ്മൾ റോ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമൊബൈൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? സ്പെയർ പാർട്സിൻ്റെ ഒരു ഫീൽഡിലാണ്. അപ്പോൾ അതെന്തായി? ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI ഇല്ലേ? ഇനി ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്താ? എ കമ്പനി ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസ് ക്ലോസർ ടു ദി എൻഡ് കൺസ്യൂമർ. പ്രൊഡക്റ്റ് എൻഡ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനാണ് വിളിക്കുക ഫോർവേഡ് വെർട്ടിക്കൽ FDI. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് USA അപ്പാരൽ മാനുഫാക്ചറർ ടേക്കിംഗ് ഓവർ എ ഫോറിൻ റീറ്റെയിൽ ചെയിൻ ടു സെൽ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. അപ്പാരൽ മാനുഫാക്ചർ എന്നൊരു കമ്പനി അവരുടെ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉണ്ടാവും, റീറ്റെയിൽ ചെയിൻ ഉണ്ടാവും, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനാണ് വിളിക്കുക ഫോർവേഡ് വെർട്ടിക്കൽ FDI. അപ്പം ഈ 2 കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പിക്ചർ വെച്ച് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യാം? ഒന്ന് മൈൻഡിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് ടൈപ്സ് ആണ് കോൺഗ്ലോമറേറ്റ് FDI. കോൺഗ്ലോമറേറ്റ് FDI എന്ന് വെച്ചാൽ നമ്മൾ
ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, ഇപ്പം ഇന്ത്യയിൽ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി USA പോയിട്ട് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഹോം കൺട്രിയിൽ എന്താണോ ചെയ്യുന്നത് ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടൊരു ബിസിനസ് പോയിട്ട് നമ്മൾ ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ബന്ധമില്ലാത്തൊരു ബിസിനസ് പോയിട്ട്. ഓക്കെ, അതിനാണ് ഇത് വിളിക്കുക കോൺഗ്ലോമറേറ്റ് FDI. ദെൻ പ്ലാറ്റ്ഫോം FDI എന്തായിരുന്നു? പ്ലാറ്റ്ഫോം FDI എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻസ് ഇൻ എ ഫോറിൻ കൺട്രി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ട് ടു തേർഡ് കൺട്രി. നമ്മളൊരു ഫോറിൻ കൺട്രി പോയിട്ട് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, മറ്റ് തേർഡ് കൺട്രീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ആ ഒരു ഫോറിൻ കൺട്രി നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ്. എൻ്റെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ വേറെ രാജ്യങ്ങളിലേക്ക് തേർഡ് കൺട്രീസിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഗ്രീൻഫീൽഡ് FDI ആൻഡ് ബ്രൗൺഫീൽഡ് FDI, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഒരു ബിസിനസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെന്താ വിളിക്കുക, ഗ്രീൻഫീൽഡ് FDI. ഇനി അതേസമയം നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ലീസിന് എടുക്കുകയോ ചെയ്യുമ്പോൾ അതിനെന്താ വിളിക്കുക, ബ്രൗൺഫീൽഡ് FDI. ഓക്കെ, അപ്പോൾ ഇതാണ് FDIൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് ഷുവറാണ്. ഇനി FDIനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡീസാണ്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും, രണ്ട് DPIITയും, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. ഇനി FDI റൂട്ടിൻ്റെ ടൈപ്സ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക് റൂട്ടും ഉണ്ട്, ഗവൺമെൻറ് റൂട്ടും ഉണ്ട്. ഓട്ടോമാറ്റിക് റൂട്ടിലൂടെയാണ് നമ്മുടെ രാജ്യത്തേക്ക് FDI വരുന്നതെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി പ്രയർ അപ്രൂവൽ ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ് അടുത്ത് നമുക്ക് മുൻകൂട്ടി അപ്രൂവൽ വാങ്ങിക്കാതെ FDI ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഞാൻ എന്താ വിളിക്കുക, ഓട്ടോമാറ്റിക് റൂട്ട്. ഇനി ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വേണ്ട റൂട്ടിനാണ് നമ്മൾ വിളിക്കുക ഗവൺമെൻറ് റൂട്ട്. അപ്പോൾ ഗവൺമെൻറ് റൂട്ട് ഈ ഡിഫൻസ് സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് പ്രതിരോധ സെക്ടറിലൊക്കെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അത് എന്ത് വഴിയാണ് വരിക, ഗവൺമെൻറ് റൂട്ട് വഴിയാണ് വരിക. ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു, അതിൻ്റെ സിമിലറായിട്ട് വരുന്ന മറ്റൊരു ടേമാണ് എന്ത്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഫിനാൻഷ്യൽ അസറ്റ് സച്ച് ആസ് സ്റ്റോക്ക് ആൻഡ് ബോൺസ് ഇൻ അനദർ കൺട്രി. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ അമേരിക്കയിലുള്ള അവിടെയുള്ള ഇൻസ്ട്രുമെൻസിൽ, അതായത് സ്റ്റോക്കിലോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ എന്താ വിളിക്കുക, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിനു വേണ്ടി ചെറിയൊരു ഡിഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ ബിസിനസ്. ഫോറിൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ വിളിക്കുക, FDI. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സ്, അതിനാണ് നമ്മൾ വിളിക്കുന്നത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഓണർഷിപ്പിൻ്റെ കേസിൽ, FDIൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓണർഷിപ്പ് കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ FPIൻ്റെ കേസിൽ നമുക്ക് എന്തില്ല, ഡയറക്റ്റ് ഓണർഷിപ്പ് ഒന്നുമില്ല. നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആക്സസ് ചെയ്യാം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്, FDI ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, ലോങ് പീരീഡിലായിരിക്കും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റോ എപ്പോഴും ഷോർട്ട് അല്ലെങ്കിൽ മീഡിയം പീരീഡിലേക്കായിരിക്കും. ദെൻ മാനേജ്മെൻറ്റ് റോൾ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആണ്. അതേപോലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി. അപ്പോൾ ഈ ഒരു എന്താണ് FPI, എന്താണ് FDI എന്നുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഫോർവേഡ് വെർട്ടിക്കൽ FDI പറഞ്ഞു, ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് മാച്ച് ആവുന്നത് ഏതാണ്, തേർഡ് ഓപ്ഷനാണ്. സെക്കൻഡ് കോളത്തിൽ തേർഡ് വൺ. എന്താ തേർഡ് വൺ പറയുന്നത്, ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് ന്യൂ ഫെസിലിറ്റി ഫ്രം ദി ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞു ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ പോയിട്ടൊരു ബിസിനസ് യൂണിറ്റ് പുതുതായിട്ട് സെറ്റപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് ന്യൂ ഫെസിലിറ്റി ഫ്രം ദി ഗ്രൗണ്ട്. ഇനി എന്താ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ ലാസ്റ്റ് ആയിട്ട് അല്ലേ.
അതായത് ഫോർത്ത് ഓപ്ഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് ഫോറിൻ സ്റ്റോക്ക് ആൻഡ് ഗവൺമെന്റ് ബോണ്ട്സ്. അതായത് എ ഇസ് ഈക്വൽ ടു 3 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 4. ദെൻ ഫോർവേഡ് വെർട്ടിക്കൽ FDI. എന്താ ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ FDIയിൽ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക്വേർഡും പറഞ്ഞിട്ടുണ്ട്, ഫോർവേഡും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓവർസീസ് എയിം ടു സെൽ ദി ഔട്ട്പുട്ട് ഓഫ് എ ഫേം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു റീറ്റെയിൽ ചെയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുക? ഫോർവേഡ് വെർട്ടിക്കൽ FDI. ഇനി ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബ്രൗൺ ഫീൽഡ് നമ്മളെന്താ പറഞ്ഞ, ഗ്രീൻ ഫീൽഡ് പറഞ്ഞപ്പം ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ബ്രൗൺ ഫീൽഡിന്റെ മീനിങ് എന്താണ്? ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ടു അക്വയർ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി. ഗ്രീൻ ഫീൽഡ് തന്നെ നമ്മളൊരു കാര്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബ്രൗൺ ഫീൽഡ് തന്നെ എന്താണ്? അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ ലീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിനെന്താ വിളിക്കാം? ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം എല്ലാ വർഷവും FDIയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും.